അടുത്തതാണ് മൊഡ്യൂൾ 3 കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ തന്നെ അഞ്ചാമത്തെ പാർട്ടാണ്. ഇതിൽ എങ്ങനെയാണ് OSനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ OS ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിത്തറ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് അതിന് ഫൗണ്ടേഷണൽ പ്രോസസ്സ് അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാലേ ബാക്കി സിസ്റ്റം എന്താവും, വർക്കാവും. അപ്പോൾ ഇറ്റ് ബിഗിൻസ് ബൈ ബൂട്ടിംഗ് ദ സിസ്റ്റം ഫ്രം ഇൻസ്റ്റലേഷൻ മീഡിയ. ഇൻസ്റ്റലേഷൻ മീഡിയ നമ്മളൊരു മീഡിയയിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ, അതൊന്ന് എടുത്തിട്ട് ബൂട്ടിങ് തുടങ്ങും. അപ്പോൾ ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആൻ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ഉണ്ടാവും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി, ഈ OSനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ദെൻ OS ഫയൽസ് ആർ കോപ്പീഡ് ടു ഡെസിഗ്നേറ്റഡ് സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനാണ്, നമ്മളൊരു പുതിയ സിസ്റ്റമാണ്, അതിനകത്ത് എന്തില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. നമുക്കൊരു ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ ഇനി CD-യിലോ അല്ലെങ്കിൽ ഇനി പെൻ ഡ്രൈവിലോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ കോഡുകൾ കിടക്കുന്നുണ്ട്, ഫയലുകൾ കിടക്കുന്നുണ്ട്. അപ്പം അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് OSന്റെ ഫയലുകൾ മുഴുവനും എവിടെയാണോ, നമ്മളെ സിസ്റ്റത്തിൽ എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ യൂസറിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് യൂസറിൻ്റെ ലാംഗ്വേജ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, യൂസറിന് ആവശ്യമുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ സിസ്റ്റത്തിന് കോൺഫിഗർ ചെയ്യേണ്ടത് യൂസറിൻ്റെ കംഫർട്ടിനനുസരിച്ചാണ്, അവരുടെ പ്രിഫറൻസിനനുസരിച്ച് അത് ചെയ്യും. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തരും. ഏത് ലാംഗ്വേജ് വേണം, ടൈം സെറ്റ് ചെയ്യണോ, എത്ര 24 ഹവറിൻ്റെ ടൈം ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ദെൻ സെറ്റ്സ് അപ്പ് യൂസർ അക്കൗണ്ട്സ്, നെറ്റ്വർക്ക് സെറ്റിങ്സ്. ബാക്കിയുള്ള എല്ലാ യൂസറിൻ്റെ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത്, നെറ്റ്വർക്കുമായിട്ടുള്ള കണക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും ലാസ്റ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇനി ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റലേഷൻ ടൂളുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ പ്രോസസ്സ് തന്നെയാണ് അതാണ് ശരിക്കും ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അവിടെ എന്തുണ്ടാവും, സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ടാവും. ദേ കണ്ടെയ്ൻ നെസസറി ഫയൽസ് ടു സ്റ്റാർട്ട് ആൻഡ് ഇനീഷ്യേറ്റ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനും ഇനീഷ്യേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഫയലുകൾ എവിടെ ഉണ്ടാവും, ബൂട്ടബിൾ മീഡിയയിൽ. Specialized softwares like Rufus are used to create bootable media. Bootable media ഉണ്ടാക്കാൻ എന്താണ് Rufus എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്. അത് നിങ്ങളെ സിലബസിൽ പറയുന്നതാണ് Rufus. അപ്പം അതൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് നെറ്റിൽ നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. ഇനി ഡിസ്ക് പാർട്ടീഷനിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഡിസ്ക് പാർട്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഹാർഡ് ഡ്രൈവിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം കൂടെ ഒറ്റ ഡ്രൈവിലല്ല ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനായിട്ടൊരു പോർഷൻ കൊടുക്കും. നമ്മളിപ്പോൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, C ഡ്രൈവിലായിരിക്കും എല്ലാ പ്രോഗ്രാം ഫയലുകളും വന്ന് കിടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത സ്പേസ് ആണ്. അതിൽ നമ്മൾ നമ്മളെ ഫയലുകളെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡേറ്റയും കൂടെ എന്താവും, മിക്സ് ആയി പോകും. അതുപോലെ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ഈ OSനെയാണ് നമ്മൾ ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ അതിനെയാണ് റീഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ C ഡ്രൈവ് മൊത്തത്തിൽ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് അത് മുഴുവൻ നമ്മളെ ഡാറ്റകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അതുകൊണ്ട് നമ്മളെ ഡാറ്റ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഡിസ്കിൽ അല്ലെങ്കിൽ പാർട്ടീഷനിൽ സ്റ്റോർ ചെയ്യാം. ഓരോ പാർട്ടീഷനും നമ്മൾ ഇതുപോലെ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായിട്ടാണ് കണക്കാക്കുക. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സെപ്പറേറ്റ് അലൊക്കേറ്റ് ചെയ്ത സ്പേസ് ഉണ്ടാവും, ബാക്കി സ്പേസ് യൂസറിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിരിക്കും. ഇനി ഡ്വൽ ബൂട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡ്വൽ ബൂട്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വിൻഡോസും ലിനക്സും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയും എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടിനും ആവശ്യമായിട്ടുള്ള സ്പേസ് എപ്പോഴും കൊടുക്കാൻ വേണ്ടി ഓർമ്മിക്കണം. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബൂട്ട് മാനേജർ ഉണ്ടാവും. അത് വിൻഡോസിലാണെങ്കിൽ വിൻഡോസ് ബൂട്ട് മാനേജറും ലിനക്സിലാണെങ്കിൽ ഗ്രബും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഓപ്ഷൻ വരും, വിൻഡോസ് ആണോ ലിനക്സ് ആണോ ഉബുണ്ടു ആണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ അല്ല, ഇനീഷ്യലൈസ് ചെയ്യാൻ ഏതിലാണോ നമുക്ക് കയറേണ്ടത്, നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്താണോ വർക്ക് ചെയ്യുന്നത്
ആ ഓപ്ഷൻ നമ്മൾ എടുക്കണം. ആ മെനു കാണിച്ചു തരുന്നതാണ് ബൂട്ട് മാനേജറാണ് കാണിച്ചു തരുന്നത്. ഈ ബൂട്ട് മാനേജർ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ ഏത് OSനെ സെലക്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അവിടെ ആ ബൂട്ട് മാനേജറാണ്. അപ്പോൾ നമുക്കതൊരു മെനു തരും. രണ്ട് തരം ബൂട്ട് മാനേജേഴ്സ് ആണ്. ബൂട്ട് MGR ഞാൻ പറഞ്ഞു വിൻഡോസിൻ്റെതും, GURB ഗ്രബ് ലിനക്സിൻ്റെതും. ബൂട്ട് MGR എന്ന് പറഞ്ഞത് വിൻഡോസ് ബേസ്ഡ് ആണ്, മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. ഇനി ഇൻസ്റ്റാൾഡ് ഓൺ ആക്റ്റീവ് പാർട്ടീഷൻ ഓഫ് ദ സിസ്റ്റത്തിൻ്റെ ആക്റ്റീവ് പാർട്ടീഷനിൽ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ബൂട്ട് മെനു എന്തിനുള്ളതായിരിക്കും, ബൂട്ടിനൊരു മെനു ഉണ്ടാവും, അത് യൂസറിന് വേണ്ടിയിട്ട് അത് കാണിച്ചു തരും. ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാണേണ്ടത്, നിങ്ങൾക്ക് ഏതിലാണ് കയറേണ്ടത്. അതുപോലെ ഇത് സിസ്റ്റത്തിനെ റിക്കവർ ചെയ്യുക, ബൂട്ട് ഓപ്ഷൻസിൻ്റെ കോൺഫിഗറേഷൻസ്, എറർ ഹാൻഡ്ലിങ്, ഇതൊക്കെ ബൂട്ട് MGRൻ്റെ ഫങ്ഷൻസ് ആണ്. ഇനി ഗ്രബ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ഗ്രാൻഡ് യൂണിഫൈഡ് ബൂട്ട് ലോഡർ എന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് OS എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും, ലിനക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബൂട്ട് മാനേജർ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് ഉബണ്ടു, ഡെബിയൻ, ഫെഡോറ എന്നൊക്കെ പറയുന്ന ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലായിരിക്കും. ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ മാസ്റ്റർ ബൂട്ട് റെക്കോർഡിൽ തന്നെയാണ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അതല്ല അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ EFI സിസ്റ്റം പാർട്ടീഷൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബൂട്ടിംഗ് സമയത്ത് യൂസറിന് ഒരു മെനു കാണിച്ചു തരും. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ നിങ്ങൾക്ക് ലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അപ്പോൾ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഏതാണുള്ളതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് കയറിപ്പോവും. നമുക്ക് ലാബിലൊക്കെ സ്ഥിരം പറ്റാറുള്ള ഒരു പ്രശ്നമാണ് അത്.